നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ഫിസിക്സിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ദാ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ടുണ്ട്. എ ബി എന്തിനെ സൂചിപ്പിക്കുന്നു, ബി സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഈ സി ഡി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫിലേക്ക് നമ്മൾ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, പ്രവേഗ സമയ ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രവേഗ സമയ ഗ്രാഫിന്റെ ഷേപ്പുകളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇതുപോലെയാണെങ്കിൽ വെലോസിറ്റി കൂടി 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 വരിക, വെലോസിറ്റി ഇൻക്രീസസ് ആണെങ്കിൽ നമ്മൾ പറയും അത് ആക്സിലറേഷൻ സംഭവിക്കുകയാണ്, ത്വരണം സംഭവിക്കുകയാണ് നമ്മൾ പറയും അല്ലെ. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി നമ്മളുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇതുപോലെയാണെങ്കിൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എല്ലായിടത്തും വെലോസിറ്റി സെയിം, പ്രവേഗം മാറാതെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന്. നെക്സ്റ്റ് നമ്മുടെ ഗ്രാഫ് ഇതാ ഇതുപോലെ വരും. വെലോസിറ്റി കുത്തനെ കുറഞ്ഞു വരികയാണ് അല്ലെ, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നു റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്ന്. അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. ഇത് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഗ്രാഫിലേക്ക് തിരിച്ചു പോവാം. ദാ എ ബി എന്തിനെ സൂചിപ്പിക്കുന്നു, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ഇൻക്രീസസ്, അതാണ് ആക്സിലറേഷൻ അല്ലെ, ത്വരണം. നെക്സ്റ്റ് ബി സി വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് വിളിക്കാം. നെക്സ്റ്റ് സി ഡി അല്ലെ, എന്താണ്, വെലോസിറ്റി കുത്തനെ കുറയുന്നു, ഡിക്രീസസ്, പ്രവേഗം കുറയുന്നു, ദാറ്റ് മീൻസ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. സോ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. ദാ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒ എ എന്തിനെ സൂചിപ്പിക്കുന്നു, എ ബി എന്തിനെ സൂചിപ്പിക്കുന്നു. ഗ്രാഫ് കാണുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഗ്രാഫിന്റെ ആൾക്കാർ ആരെല്ലാം എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.